നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കേരള പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കപ്പലാണ് MSC വിവിയാന. അപ്പോൾ MSC വിവിയാന കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലാണ്. അമൃതാപ്രീതത്തിന്റെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ്. അമൃതാപ്രീതത്തിന്റെ ആത്മകഥ ഏതാണ്? റവന്യൂ സ്റ്റാമ്പ്. കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ ഏതാണ്? MSC വിവിയാന. 2024 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് PD രാജനാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാൻ ആരാണ്? PD രാജൻ. ISRO ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം ആരംഭിച്ച സ്ഥലമാണ് ലഡാക്കിലെ ലേ ലഡാക്ക്. ISRO ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം ആരംഭിച്ച സ്ഥലം ഏതാണ്? ലഡാക്ക്. 2024 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ആരാണ്? PD രാജൻ. ട്യൂണീഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന 3 ആനകളെ ഏറ്റെടുക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. അപ്പോൾ വൻതാര വന്യജീവി സംരക്ഷണ സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാംനഗറിലാണ് വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം. എവിടെ നിന്നാണ് 3 ആനകളെ കൊണ്ടുവന്നത്? ട്യൂണീഷ്യയിൽ നിന്നുമാണ് ജാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. 2024 ഒക്ടോബറിൽ ദേശ് കാ വല്ലഭ് പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. 2024 ദേശ് കാ വല്ലഭ് പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ആയുഷ്മാൻ വയോവന്ധന കാർഡിന് കീഴിൽ ഏത് പ്രായക്കാർക്കാണ് 5 ലക്ഷം വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ സൗജന്യമായത്? 70 വയസ്സിനും അതിനു മുകളിലും 70 വയസ്സിനും അതിനും മുകളിലുമുള്ള പ്രായമുള്ളവർക്ക് ആയുഷ്മാൻ വയോവന്ധന കാർഡിന് കീഴിൽ 5 ലക്ഷം വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നുണ്ട്. ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള വാക്സിനേഷൻ കാര്യക്ഷമമാക്കാൻ 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പോർട്ടൽ ഏതാണ്? യുവിൻ പോർട്ടലാണ്. ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള വാക്സിനേഷൻ കാര്യക്ഷമമാക്കാനായിട്ട് 2024 ഒക്ടോബർ 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പോർട്ടലാണേത്? യുവിൻ പോർട്ടൽ. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ഗ്ലോബൽ അവാർഡിന് തിരഞ്ഞെടുത്ത മുനിസിപ്പൽ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. 2024 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത് അച്ചുണ്ണിക്കാണ്. ആർക്കാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്ചുണ്ണിക്കാണ് 2024 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത്. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ഗ്ലോബൽ അവാർഡിന് തിരഞ്ഞെടുത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. 2024 ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവാണ് മാക്സ് വെർസ്റ്റപ്പനാണ് 2024 ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. 2024 നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസൈറ്റ് ആണ്. 2024 നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസൈറ്റ്. ജലപരിപാലനം, സംരക്ഷണം, സുസ്ഥിരത എന്നിവയെക്കുറിച്ച് അവബോധവും സംവേദനവും സൃഷ്ടിക്കുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച ഉത്സവത്തിന്റെ പേരാണ് ജലോത്സവ്. ജലപരിപാലനം, സംരക്ഷണം, സുസ്ഥിരത എന്നിവയെക്കുറിച്ച് അവബോധവും സംവേദനവും സൃഷ്ടിക്കുന്നതിനായിട്ട് നീതി ആയോഗ് ആരംഭിച്ച ഉത്സവത്തിന്റെ പേരെന്താണ്? ജലോത്സവ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2024 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 83. മെഡിസപ്പ് പരിഷ്കരിക്കുവാനായിട്ട് രൂപീകരിച്ച 7-അംഗ സമിതിയുടെ ചെയർമാനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അപ്പോൾ മെഡിസപ്പ് പരിഷ്കരിക്കാൻ രൂപീകരിച്ച 7-അംഗ സമിതിയുടെ ചെയർമാൻ ആരാണ്? ശ്രീറാം വെങ്കിട്ടരാമൻ. ഇത്രയും നമുക്കൊന്ന് നോക്കാം. കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പൽ ഏതാണ്? MSC വിവിയാന. അമൃതാപ്രീതത്തിന്റെ ആത്മകഥ റവന്യൂ സ്റ്റാമ്പ്.
2024 സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനായി ചുമതലയേറ്റതാരാണ്? PD രാജൻ. ISRO ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം ആരംഭിച്ച സ്ഥലം ഏതാണ്? ലഡാക്കിലെ ലേ. ടുണീഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന 3 ആനകളെ ഏറ്റെടുക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാംനഗർ. ദേശ് വല്ലഭ് പ്രതിമ സ്ഥാപിതമായത് എവിടെ? അരുണാചൽ പ്രദേശിലാണ്. ആയുഷ്മാൻ വയോവന്ദന കാർഡിന് കീഴിൽ ഏതു പ്രായക്കാർക്കാണ് 5 ലക്ഷം വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നത്? 70 വയസ്സിനും അതിനു മുകളിലും. ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള വാക്സിനേഷൻ കാര്യക്ഷമമാക്കാൻ 2024 ഒക്ടോബർ 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പോർട്ടൽ ഏതാണ്? യുവിൻ പോർട്ടൽ. നഗരങ്ങളിലെ സുസ്ഥിര വികസനത്തിനുള്ള ഗ്ലോബൽ അവാർഡിന് തിരഞ്ഞെടുത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. 2024 ബാലാമണിമ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. 2024 ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരാണ്? മാക്സ് വെർസ്റ്റപ്പൻ. 2024 നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസൈറ്റ്. ജലപരിപാലനം, സംരക്ഷണം, സുസ്ഥിരത എന്നിവയെക്കുറിച്ച് അവബോധവും സംവേദനവും സൃഷ്ടിക്കുന്നതിനായി നീതി ആയോഗ് ആരംഭിച്ച ഉത്സവത്തിന്റെ പേരെന്താണ്? ജലോത്സവ. ഹെൻലി പാസ്പോർട്ട് സൂചിക 2024 ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 83. മെഡിസെപ്പ് പരിഷ്കരിക്കാൻ രൂപീകരിച്ച 7-അംഗ സമിതിയുടെ ചെയർമാൻ ആരാണ്? ശ്രീറാം വെങ്കിട്ടരാമൻ. യൂറോപ്യൻ യൂണിയന്റെ പ്രോബ 3 സോളാർ ഒബ്സർവേഷൻ മിഷൻ 2024 ഡിസംബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO ആണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പ്രോബ 3 സോളാർ ഒബ്സർവേഷൻ മിഷൻ വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO ആണ്. 2024 നവംബർ 6 സ്ഥാപിതമായതിന്റെ 55-ാം വാർഷികം ആചരിച്ച സ്ഥാപനം ഏതാണ്? KSFE ആണ്. അപ്പോൾ KSFEയുടെ 55-ാം വാർഷികമാണ് എന്ന് ആഘോഷിച്ചത് 2024 നവംബർ 6. അജ് ഗൈബിനാഥ് ധാം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സുൽത്താൻഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ്. അപ്പോൾ എന്താണ് പേര്? അജ് ഗൈബിനാഥ് ധാം. അജ് ഗൈബിനാഥ് ധാം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സുൽത്താൻഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. രഞ്ജി ട്രോഫിയിൽ 400 വിക്കറ്റും 6000 റൺസും തികച്ച ആദ്യത്തെ താരം ആര്? ജലജ് സക്സേനയാണ് രഞ്ജി ട്രോഫിയിൽ 400 വിക്കറ്റും 6000 റൺസും തികച്ച ആദ്യത്തെ താരം. ഇന്ത്യയിലെ ആദ്യത്തെ പോളോ സ്റ്റേഡിയം ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? ലഡാക്കിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോളോ സ്റ്റേഡിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ലഡാക്ക്. 2024 കേരള സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല തിരുവനന്തപുരമാണ്. 2024 കേരള സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? തിരുവനന്തപുരം. 2024 അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാൻ ആരാണ്? വരദറാവു കമലാകർ റാവു ആണ് 2024 അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാൻ. അപ്പോൾ വരദറാവു കമലാകർ റാവു ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മൃദംഗം. സാഹിത്യത്തിലെ മൊത്തത്തിലുള്ള സംഭാവനകൾക്കുള്ള IV ദാസ് അവാർഡ് 2024 ലഭിച്ചത് ഡോക്ടർ M ലീലാവതിക്കാണ്. 2024 IV ദാസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ M ലീലാവതിക്കാണ്. സാഹിത്യത്തിലെ മൊത്തത്തിലുള്ള സംഭാവനകൾക്കാണ് IV ദാസ് അവാർഡ് നൽകുന്നത്. 2024 ബുക്കർ പ്രൈസ് നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരന്റെ പേരെന്താണ്? സാമന്ത ഹാർവി. കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറൽ ആരാണ്? പ്രീതി എബ്രഹാം. 2024 ബുക്കർ പ്രൈസ് ലഭിച്ചത് സാമന്ത ഹാർവി. IV ദാസ് അവാർഡ് 2024 ലഭിച്ചത് ഡോക്ടർ M ലീലാവതി. വരദറാവു കമലാകർ റാവു ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃദംഗം. അടുത്തിടെ ദയാവധത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാനാണ് പീനട്ട്. ദയാവധത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാന്റെ പേരെന്താണ്? പീനട്ട്. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന്റെ ഔദ്യോഗിക മാസികയുടെ പേരാണ് സുരഭി. അപ്പോൾ സുരഭി എന്താണ്? മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന്റെ ഔദ്യോഗിക മാസികയാണിത് സുരഭി.
ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമരസൂര്യ. ഇന്ത്യയിലെ 56ാമത് കടുവാ സങ്കേതമാണ് ഗുരു കാസിദാസ് തമോർ പിംഗ്ല. എന്താണ്? ഗുരു കാസിദാസ് തമോർ പിംഗ്ല ആണ് ഇന്ത്യയിലെ 56ാമത് കടുവാ സങ്കേതം. ഇന്ത്യയിലെ 56ാമത് കടുവാ സങ്കേതം ഏതാണ്? ഗുരു കാസിദാസ് തമോർ പിംഗ്ല. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? മലപ്പുറം. ലോകത്തിലെ ആദ്യത്തെ ഖോ ലോകകപ്പ് മത്സരം നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉൽപ്പൽ കുമാർ സിംഗ്. 2024 സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരത്തിന് അർഹയായ മലയാളി ആര്? അനന്യ. 2024 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണേത്? മലപ്പുറം ജില്ലയാണ്. ലോകത്തിലെ ആദ്യത്തെ തന്നെ ഖോ ലോകകപ്പ് മത്സരം നടക്കുന്ന രാജ്യമാണേത്? ഇന്ത്യ. ഉത്പൽ കുമാർ സിംഗ് ആണ് എന്ത്? ലോകസഭാ സെക്രട്ടറി ജനറൽ. ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ ആണ്. 2024 സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരത്തിന് അർഹയായ മലയാളിയാണ് ആര്? അനന്യ. ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യൂറോപ്യൻ യൂണിയന്റെ പ്രോബ 3 സോളാർ ഒബ്സർവേഷൻ മിഷൻ 2024 ഡിസംബറിൽ വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO ആണ്. 2024 നവംബർ 6 സ്ഥാപിതമായതിന്റെ 55ാം വാർഷികം ആചരിച്ച സ്ഥാപനം ഏതാണ്? KSFE. ആജ് ഗേബിനാഥ് ധാം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സുൽത്താൻഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. രഞ്ജി ട്രോഫിയിൽ 400 വിക്കറ്റും 6000 റൺസും തികച്ച ആദ്യത്തെ താരമാരാണ്? ജലജ് സക്സേന. ലഡാക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളോ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത്. 2024 കേരള സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? തിരുവനന്തപുരം. 2024 അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാൻ ആരാണ്? വരദറാവു കമലാകർ റാവു. ഐവിദാസ് അവാർഡ് 2024 ലഭിച്ച ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. 2024 ബുക്കർ പ്രൈസ് ലഭിച്ച ആർക്കാണ്? സാമന്ത ഹാർവി. കേരളത്തിന്റെ അക്കൗണ്ടന്റ് ജനറലാണ് ആര്? പ്രീതി എബ്രഹാം. അടുത്ത ദയാവധത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാന്റെ പേരെന്താണ്? പീനട്ട്. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന്റെ ഔദ്യോഗിക മാസികയുടെ പേരെന്താണ്? സുരഭി. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. ഇന്ത്യയിലെ 56ാമത് കടുവാ സങ്കേതമാണ് ഗുരു കാസിദാസ് തമോർ പിംഗ്ല. 2024 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് മലപ്പുറം. ലോകത്തിലെ ആദ്യത്തെ ഖോ ലോകകപ്പ് മത്സരം നടക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്. 2024 സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരത്തിന് അർഹയായ മലയാളി ആരാണ്? അനന്യ. പ്രിയങ്ക ഗാന്ധി ആദ്യമായി MP ആയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? വയനാട്. ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ഏത് വകുപ്പാണ് പ്രഖ്യാപിക്കുന്നത്? മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ്. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് പ്രഖ്യാപിക്കുന്ന അവാർഡുകളാണ് ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ. തുടർച്ചയായി 4ാം തവണയും ഫോർമുല 1 ലോക കിരീടം സ്വന്തമാക്കിയതാരാണ്? മാക്സ് വെർസ്റ്റപ്പൻ. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ചത് വിവരാവകാശ കമ്മീഷനാണ്. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ചത് വിവരാവകാശ കമ്മീഷനാണ്. ബാൽ വിവാഹ മുക്ത ഭാരത് ഏത് മന്ത്രാലയമാണ് ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചത്? കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ്. അപ്പോൾ ബാൽ വിവാഹ മുക്ത് ഭാരത് ഏത് മന്ത്രാലയമാണ് ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചത്? കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം. ബ്രസീലിലെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡർ ആരാണ്? ദിനേശ് ഭാട്ടിയ. ബ്രസീലിലെ ഇന്ത്യയുടെ അംബാസിഡർ ആണ് ദിനേശ് ഭാട്ടിയ. ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് യാങ്സി. ത്രീ ഗോർജസ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? യാങ്സി. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിൽ ഒന്നാമതുള്ള രാജ്യം ഏത്? റഷ്യ. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റ്
മസാറ്റോ കാണ്ട. മസാറ്റോ കാണ്ടയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റ് ആയത്. 11ാമത് പ്രസിഡന്റ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ സ്ഥാപിക്കുന്ന പ്രേരണാ സ്ഥലം ഏത് സ്ഥലത്താണ് വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്തത്? പാർലമെന്റ് ഹൗസിലാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ സ്ഥാപിക്കുന്ന പ്രേരണാ സ്ഥലം എവിടെയാണ് വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്തത്? പാർലമെന്റ് ഹൗസിലാണ്. അപ്പോൾ ADBയുടെ 11ാമത് പ്രസിഡന്റ് ആരാണ്? മസാറ്റോ കാണ്ട. യുവാക്കളെ സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM യുവ. അപ്പോൾ എന്താണ് PM യുവ പദ്ധതി? യുവാക്കളെ സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് PM യുവ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഏത് പേരിലാണ് കോബ്രാൻഡ് ചെയ്യുന്നത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് കോബ്രാൻഡ് ചെയ്യും. 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം നേടിയത് ഇന്ത്യയിൽ നിന്നും ആരാണ്? സഞ്ജന താക്കൂർ ആണ്. അപ്പോൾ 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം ആരാണ് ഇന്ത്യയിൽ നിന്നും നേടിയത്? സഞ്ജന താക്കൂർ ആണ്. ഐശ്വര്യ റായ് എന്ന കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. അപ്പോൾ ഏത് കഥയ്ക്കാണ് സഞ്ജന താക്കൂറിന് 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനത്തിന് തിരഞ്ഞെടുത്തത്? ഐശ്വര്യ റായ് എന്ന കഥയാണ്. നേപ്പാളിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഹിന്ദി സംവാദ് പരിപാടിയിൽ 12ാമത് വിശ്വ ഹിന്ദി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ ഉഷ താക്കൂർ. നേപ്പാളിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഹിന്ദി സംവാദ് പരിപാടിയിൽ 12ാമത് വിശ്വ ഹിന്ദി സമ്മാൻ ആർക്ക് ലഭിച്ചു? ഡോക്ടർ ഉഷ താക്കൂർ. കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ എവിടെയാണ്? തിരുവനന്തപുരം. ശ്രേയസി സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ശ്രേയസി സിംഗ് ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഷൂട്ടിങ്ങുമായിട്ടാണ് ശ്രേയസി സിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത്രയും നമുക്ക് നോക്കാം. പ്രിയങ്ക ഗാന്ധി ആദ്യമായി MP ആയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? വയനാട് നിന്നുമാണ്. ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ഏത് വകുപ്പാണ് പ്രഖ്യാപിച്ചത്? മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ്. തുടർച്ചയായി 4ാം തവണയും ഫോർമുല 1 ലോക കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മാക്സ് വെർസ്റ്റപ്പൻ. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ചത് ആരാണ്? വിവരാവകാശ കമ്മീഷനാണ്. ബാൽ വിവാഹ മുക്ത് ഭാരത് ഏത് മന്ത്രാലയമാണ് ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചത്? കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം. ബ്രസീലിലെ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ. ത്രീ ഗോർജസ് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിൽ? യാങ്സി. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകുന്നതിൽ 1ാമതുള്ള രാജ്യം ഏതാണ്? റഷ്യ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 11ാമത് പ്രസിഡന്റ് ആണ് ആര്? മസാറ്റോ കാണ്ട. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ സ്ഥാപിക്കുന്ന പ്രേരണാ സ്ഥലം ഏത് സ്ഥലത്താണ് വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്തത്? പാർലമെന്റ് ഹൗസ്. യുവാക്കളെ സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? PM യുവ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഏത് പേരിലാണ് കോബ്രാൻഡ് ചെയ്യുന്നത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. 2024 കോമൺവെൽത്ത് ചെറുകഥാ സമ്മാനം നേടിയത് ഇന്ത്യയിൽ നിന്നും ആരാണ്? സഞ്ജന താക്കൂർ ആണ്. ഐശ്വര്യ റായ് എന്ന കഥയാണ് ഈ പുരസ്കാരത്തിന് അർഹമായത്. നേപ്പാളിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഹിന്ദി സംവാദ് പരിപാടിയിൽ 12ാമത് വിശ്വ ഹിന്ദി സമ്മാൻ ലഭിച്ച ആർക്കാണ്? ഡോക്ടർ ഉഷ താക്കൂർ. കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ശ്രേയസി സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ ഏതാണ്? തപസ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച
പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ ഏതാണ്? തപസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ്? ഇഗത്പുരി തടാകത്തിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത്. 2024 T20 വേൾഡ് കപ്പ് ജേതാവായത് ഇന്ത്യയാണ്. അപ്പോൾ 2024 T20 വേൾഡ് കപ്പ് ജേതാവ് ആരാണ്? ഇന്ത്യ. അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഡുക്കോണോ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ ഡുക്കോണോ അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിലാണ് ഡുക്കോണോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച കലാ ട്രൂപ്പ് ഏതാണ്? അനന്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന കലാ ട്രൂപ്പിന്റെ പേരെന്താണ്? അനന്യം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഹരിമൗ ശക്തി. മലേഷ്യ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഹരിമൗ ശക്തി? മലേഷ്യ. അപ്പോൾ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ഹരിമൗ ശക്തി. 2024 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഫിലിം സൊസൈറ്റിയാണ് രശ്മി ഫിലിം സൊസൈറ്റി. 2024 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഫിലിം സൊസൈറ്റി ഏതാണ്? രശ്മി ഫിലിം സൊസൈറ്റി. 2024 ഡിസംബറിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. 2024 ഡിസംബറിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2024 ഡിസംബറിൽ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? സബർമതി റിപ്പോർട്ട്. 2024 ഡിസംബറിൽ പാർലമെന്റിൽ പ്രദർശിപ്പിച്ചു. മിസ് ഡെഫ് ഇന്ത്യ 2024 വിജയി ആരാണ്? VN അഞ്ജന. മിസ് ഡെഫ് ഇന്ത്യ 2024 ആരാണ്? VN അഞ്ജന. ബ്ലീഡിംഗ് ഐ രോഗം ബാധിച്ച 15 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? റുവാണ്ടയിലാണ്. അപ്പോൾ ബ്ലീഡിംഗ് ഐ രോഗം ബാധിച്ച് 15 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? റുവാണ്ട. അടുത്തിടെ കേരള ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹിക മാധ്യമ പ്രചാരണ പരിപാടി ഏതാണ്? ജീവനേകാം ജീവനാകാം. അപ്പോൾ എന്താണ് ജീവനാകാം എന്ന പരിപാടി? അടുത്തിടെ കേരള ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹിക മാധ്യമ പ്രചാരണ പരിപാടിയാണിത്. ജീവനേകാം ജീവനാകാം. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹിക മാധ്യമ പ്രചാരണ പരിപാടിയാണിത്. ജീവനേകാം ജീവനാകാം. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ച അക്ബർ ചക്രവർത്തി എന്ന അപ്രകാശിത ചെറുകഥയുടെ രചയിതാവ് ആരാണ്? OV വിജയൻ. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ച അക്ബർ ചക്രവർത്തി എന്ന അപ്രകാശിത ചെറുകഥയുടെ രചയിതാവ് OV വിജയൻ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഇഞ്ചി ഇനമാണ് IISR സുരസ. IISR സുരസ എന്നത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഇഞ്ചി ഇനമാണ്. സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. 2024 ഡിസംബർ 12 പ്രസിദ്ധീകരിച്ച ദലൈലാമയുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ ദിനേശ് ഷഹ്ര. ദലൈലാമയുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ ദിനേശ് ഷഹ്ര. 10ാമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. 10ാമത് വേൾഡ് ആയുർവേദ കോൺഗ്രസ് എവിടെയാണ് നടന്നത്? ഡെറാഡൂൺ. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ആണ് സമൈറ കുള്ളൂർ ആണ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ്. 2029 കമ്മീഷൻ ചെയ്യുന്ന കോർലോച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? ഭൂട്ടാനിലാണ്.
ഖോർലോച്ചു ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂട്ടാനിലാണ്. 2029 കമ്മീഷൻ ചെയ്യുന്നത്. 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ആർ ചന്ദ്രബോസ്. 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർ ചന്ദ്രബോസിനാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മുൻ കേരള ചീഫ് സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? കെ ജയകുമാർ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മുൻ കേരള ചീഫ് സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനുമായ വ്യക്തിയാണ് ആര്? കെ ജയകുമാർ. ഇത്രയും നമുക്ക് നോക്കാം. ഹിന്ദി സംവാദ പരിപാടിയിൽ 12ാമത് വിശ്വ ഹിന്ദി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? നേപ്പാളിലെ ഇന്ത്യൻ എംബസിയാണ് സംഘടിപ്പിച്ചത്. ഡോക്ടർ ഉഷ താക്കൂറിനാണ്. കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ എവിടെയാണ് ആരംഭിച്ചത്? തിരുവനന്തപുരത്താണ്. ശ്രേയസി സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. എന്താണ് തപസ്? ഇന്ത്യൻ വ്യോമസേനയുടെ ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ ആണിത് തപസ്. ഇഗത്പുരി തടാകത്തിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് സ്ഥാപിതമായത്. 2024 T20 വേൾഡ് കപ്പ് ജേതാവായത് ആരാണ്? ഇന്ത്യയാണ്. ഡുക്കോണോ അഗ്നിപർവ്വതം എവിടെയാണ്? ഡുക്കോണോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാഗ്രൂപ്പ് ഏതാണ്? അനന്യം. ഹരിമോ ശക്തി എന്താണ്? ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. 2024 50ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഫിലിം സൊസൈറ്റി ഏതാണ്? രശ്മി ഫിലിം സൊസൈറ്റി. സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. 2024 ഡിസംബറിൽ പാർലമെന്റിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? സബർമതി റിപ്പോർട്ട്. മിസ് ഡെഫ് ഇന്ത്യ 2024 ആരാണ്? VN അഞ്ജന. ബ്ലീഡിംഗ് ഐ രോഗം ബാധിച്ച് 15 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? റുവാണ്ടയിൽ. എന്താണ് ജീവനാകാം എന്ന പരിപാടി? അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹ്യ മാധ്യമ പ്രചാരണ പരിപാടിയാണിത്. ജീവനാകാം. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രദർശിപ്പിച്ച അക്ബർ ചക്രവർത്തി എന്ന അപ്രകാശിത ചെറുകഥയുടെ രചയിതാവാരാണ്? OV വിജയൻ. അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത എഞ്ചിനം ഏതാണ്? IISR സുരസ. സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. ദലൈലാമയുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ഡോക്ടർ ദിനേശ് ഷഹ്റ. 10ാമത് വേൾഡ് ആയുർവേദ കോൺഗ്രസിന് വേദിയാകുന്ന എവിടെയാണ്? ഡെറാഡൂണിലാണ്. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പൈലറ്റ് ആരാണ്? സമീറ ഹുള്ളൂർ. ഖോർലോച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? ഭൂട്ടാനിലാണ്. 2024 ഇടശ്ശേരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആർ ചന്ദ്രബോസ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മുൻ കേരള ചീഫ് സെക്രട്ടറിയും പ്രശസ്ത എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? കെ ജയകുമാർ. മറ്റു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.